മറ്റേ സിനിമയിലെ കോമഡി പറയുന്ന പോലെ 3 പെഡലുണ്ട് 2 കാലുണ്ട്, അത് വെച്ച് ഇങ്ങനെ അഭ്യാസം കാണിക്കണം പറയില്ലേ, അതാണ് മാനുവലിൻ്റെ ഒരു. പണ്ടൊക്കെ ഇപ്പോൾ ഒരു കാറ് മേടിക്കാൻ പോകുമ്പോൾ മാനുവലായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വിഭിന്നമായിട്ട് ഓട്ടോമാറ്റിക്കുകളിലേക്ക് ഒരു ചായ ഉണ്ടായിട്ടുണ്ട്. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയാനുള്ളത് ഓട്ടോമാറ്റിക്കുകൾ ജനകീയമായി എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കുകൾ ജനകീയമായി എന്ന് പറയുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക്കുകളല്ല, ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷനാണ് ജനകീയമായത്, അതായത് AMTകൾ. അപ്പോൾ നേരത്തിൽ ഒരുപാട് AMTകളുണ്ട്. ഇപ്പോൾ ചെറിയ വണ്ടികൾക്കൊക്കെ തന്നെ AMT ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ മാരുതിയുടെ ഇഗ്നിസ് ഉണ്ട്. അപ്പോൾ ഇഗ്നിസാണ് ഈ വീഡിയോയിൽ ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും AMT ഓടിക്കാനുള്ള ആ ഒരു മെത്തേഡ് പലർക്കും പലതായിരിക്കും. പലരും അതിൻ്റെ ഒരു ബോറിങ് നേച്ചറൊക്കെ പറഞ്ഞിട്ട് എനിക്ക് AMT ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കുറച്ച് ഓടിച്ച് ആ ഒരു ശീലമായപ്പോൾ ഈ AMTയോടുള്ള ആ ഒരു ഇഷ്ടക്കുറവ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ AMT ഓടിക്കുമ്പോൾ ഒരു ചെറിയ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമൊന്നുമല്ല, സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ മാരുതിയിൽ നിന്നും. ഇപ്പോൾ മാരുതി എന്ന് പറയുമ്പോൾ AM മോട്ടോഴ്സാണ്, AM മോട്ടോഴ്സിൻ്റെ നെക്സയാണ്. ആ നെക്സയുടെ ആ ഒരു സെയിൽസ് പേഴ്സൺസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് എങ്ങനെ AMT ഓടിക്കാൻ എന്നുള്ളത്. അപ്പോൾ ആ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡുകളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിരിക്കുകയാണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു പോപ്പുലർ അല്ലാത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം മാരുതിയുടെ മറ്റു വണ്ടികൾ വിൽക്കുന്ന പോലെ ഒന്നും ഇഗ്നിസ് വിൽക്കുന്നില്ല. പക്ഷേ ഇഗ്നിസ് ഒത്തിരി അണ്ടർ റേറ്റ് ആണ്. കാരണം നല്ലൊരു വണ്ടിയാണ് ഇഗ്നിസ്. ഈ ഇഗ്നിസ് എന്ന് പറയുന്നത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 80 bhp പവർ ഉണ്ട്. കൂടാതെ ഇത് 5 സ്പീഡ് AMT ആണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് ആ ഒരു AMTയുടെ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡുകളൊക്കെ പറയാം. സ്വാഗതം. ഈ ഇഗ്നിസിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ഗ്രില്ലും ആ ഒരു LED ഹെഡ് തന്നെയാണ്. താഴെയായിട്ട് ആ ഒരു ഫേക്കായിട്ടുള്ള സ്കിഡ് പ്ലേറ്റും കൂടാതെ ഈ ഒരു ബോഡി ലൈനുകളൊക്കെ തന്നെ സാധാരണ കണ്ടുവരുന്ന വണ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ഇഗ്നിസിനെ സഹായിച്ചിട്ടുണ്ട്. ക്രോമിൻ്റെ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. കൂടാതെ ഈ ചെറിയ എലമെൻറ്റൊക്കെ തന്നെ വണ്ടിയെ മനോഹരമാക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു റൂഫ് റെയിൽസൊക്കെ ഒരു SUV സ്റ്റാൻസ് നൽകുന്നുണ്ട്. ഇതൊരു SUV അല്ലെങ്കിൽ കോമ്പാക്ട് SUV എന്നല്ല, ഒരു ഹാച്ച് ബാക്ക് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ആ ഒരു എലമെൻറ്റൊക്കെ കൂടി ചേർന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയായിട്ട് ഇഗ്നിസിനെ മാറ്റുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ ഒരു ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലും അങ്ങനെ ചെറിയ അപാകതകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നില്ല. കാരണം ക്യൂട്ടല്ല, അതായത് ക്യൂട്ടിന് പകരം കൗതുകകരമായ ഒരു വണ്ടി എന്നാണ് ഇഗ്നിസിനെ പറയാനുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാരുതികളിലൊന്നാണ് ഇഗ്നിസ്. അതായത് ഭയങ്കരം എന്നത് നെഗറ്റീവ് വാക്കാണ്. എന്നിരുന്നാൽ കൂടി ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവ് ആവുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട 3 വണ്ടികൾ, നെക്സയുടെ 3 വണ്ടികൾ എന്ന് പറയുന്നത് എസ്-ക്രോസ്, ഇഗ്നിസ്, പിന്നെ നമ്മുടെ ആ ഒരു ബ്രസയാണ്. ബ്രസ നെക്സയല്ല, എന്നിരുന്നാൽ കൂടി. അപ്പോൾ ആ ഒരു ബോഡി ലൈനൊക്കെ കണ്ടില്ലേ, കണ്ട് പരിചയമില്ലാത്ത രൂപമാണ് ഇഗ്നിസിൻ്റെ എന്ന് പണ്ടൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിരത്തിൽ കണ്ടിട്ട് നല്ല പരിചിതമായ രൂപമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇഗ്നിസിൻ്റെ പിൻഭാഗത്ത് ഈ ഒരു ആക്സറി ചെയ്തിട്ടുള്ള ഒരു ക്രോം ബാറൊക്കെ തന്നെ മനോഹരമാക്കുന്നുണ്ട്. കൂടാതെ സ്പോയിലർ ഇൻബിൽറ്റാണ്. ഇനി അകത്താണെങ്കിലും ആ ഒരു വെള്ളയും ബ്ലാക്കും കൂടി ചേർന്ന ഇൻറ്റീരിയറും ഈ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീനും കൂടാതെ ഭംഗിയുള്ള ആ ഒരു AC കൺട്രോൾസും കൂടാതെ താഴെയുള്ള ആ സ്വിച്ചുകളും ടോഗിൾ സ്വിച്ചുകളൊക്കെ തന്നെ മനോഹരമാണെന്ന് പറയാം. സ്റ്റിയറിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഡെഡ് സെൻറ്റർ ഇല്ല സിയാസിൻ്റെ ഒന്നും പോലെ. ഡെഡ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഫീൽ, അതായത് ഡെഡ് ഫീൽ ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ചെയ്ത് സെൻറ്ററിലേക്ക് എത്തുന്നുണ്ട്. ഇനി വൈപ്പറിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെയും ഒരു സ്റ്റാക്കൊക്കെ തന്നെ സെയിം ആണ്. മീറ്റർ കൺട്രോൾ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു റൗണ്ട് മീറ്റർ കൺട്രോളിനകത്തുള്ള കാര്യങ്ങൾ കാണാം. കൂടാതെ മറ്റ് മാരുതികളിൽ നിന്നും വിഭിന്നമായിട്ട് ഇവിടെ ആ ഒരു നോബിലല്ല അത് മാറ്റാൻ പകരം ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ക്വാളിറ്റി ആയിട്ട് തോന്നി. നല്ല AC വെൻസ് ഒക്കെ തന്നെ കാണാം. ഇനി ഡോർ പാഡിനും ആ 2 കളറുകളുണ്ട് കേട്ടോ ഡാഷ്ബോർഡിൻ്റെ തന്നെ. കപ്പ് ഹോൾഡറുകളുണ്ട്. ഇതാണ് ആ ഒരു AMT ഗിയർ ലിവർ. കൂടാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി കാണാം. സീറ്റിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകുന്നില്ല. പക്ഷേ നല്ല ഹെഡ് റൂമും നല്ല ലെഗ് റൂമും ഉണ്ട് ഇഗ്നിസിനകത്ത്. പുറത്ത് കാണുമ്പോൾ ചെറിയ വണ്ടിയാണ് തോന്നുമെങ്കിലും അകത്ത് കയറുമ്പോൾ വലിയ വണ്ടിയാണ്. അതായത് ഈ സീറ്റിനൊക്കെ കവർ ഇട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ വണ്ടിയുടെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഓടിക്കാൻ പോകുന്ന ആ ഒരു AMTയുടെ ആ ഒരു കാര്യങ്ങളാണ്. എന്നിരുന്നാൽ കൂടി വണ്ടി ചുറ്റി കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. അപ്പോൾ ഇതിപ്പോൾ AMTയുടെ ഷിഫ്റ്ററാണ്. ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ പറയാമല്ലോ, റിവേഴ്സ്, D, മാനുവൽ. അപ്പോൾ മാനുവൽ മോഡിലേക്ക് നമുക്ക് മാനുവൽ മോഡിലേക്ക് തട്ടണം. അതായത് ഒന്നുമില്ല, ഡ്രൈവ് മോഡിൽ നിന്ന് തട്ടിയാൽ മാനുവൽ മോഡായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്കല്ല നമ്മൾ വരുന്നത്, ഓടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ ഷിഫ്റ്റർ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. എല്ലാം നമ്മൾ ബ്രേക്ക് ചവിട്ടി വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അതായത് എല്ലാം എന്ന് പറയുമ്പോൾ മാനുവൽ മോഡിലേക്ക് മാറ്റാനായിട്ട് ബ്രേക്ക് ചവിട്ടേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കുകളെ ജനകീയമാക്കിയത് AMT ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ AMT എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷനെ കുറിച്ച് സംസാരിക്കണം. അതായത് കുറച്ച് കാര്യങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോൾ
ആദ്യമായിട്ട് മാനുവൽ എന്താണ്, നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ഇടുന്നു, ഒരു പർട്ടിക്കുലർ ഒരു RPM എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗിയറിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നു, നമ്മൾ അടുത്ത ഗിയറിലേക്ക് മാറുന്നു, വീണ്ടും ഗിയർ മാറി പോകുന്നു, ഡൗൺ ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ മാനുവലായിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഒരു ഡ്രൈവറുടെ ഇൻപുട്ട് ക്ലച്ചിന് വേണം, ഗിയറിന് വേണം. ഈ രണ്ട് കാര്യങ്ങളും ക്ലോസ് ആയി ചെയ്യണം. അതായത് മറ്റേ സിനിമയിലെ കോമഡി പറയുന്ന പോലെ 3 പെഡലുണ്ട് 2 കാലുണ്ട്, അത് വെച്ച് ഇങ്ങനെ അഭ്യാസം കാണിക്കണം പറയില്ലേ, അതാണ് മാനുവലിൻ്റെ ഒരു ഘടന. അല്ലെങ്കിൽ അതാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഓട്ടോമാറ്റിക്കുകൾ ഉണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കുകൾ പുതിയൊരു ടെക്നോളജി ഒന്നും അല്ല. ഓട്ടോമാറ്റിക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുകളുണ്ട്. ആ ഓട്ടോമാറ്റിക്കുകളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ടോർക്ക് കൺവേർട്ടർ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടത്. ക്ലച്ചിന് പകരം ടോർക്ക് കൺവേർട്ടറാണ്, ഒരു ഫ്ലൂയിഡ് കപ്ലിംഗ് ആണ്. അതായത് ഇത് രണ്ടും തമ്മിൽ വിഭജിച്ചിട്ടുള്ളത് ക്ലച്ചല്ല, ആ ഒരു ടോർക്ക് കൺവേർട്ടർ വെച്ചാണ്. പിന്നെയുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് DCT ആണ്. DCT എന്ന് പറയുമ്പോൾ ഫോക്സ് വാഗണൊക്കെ DSG എന്ന് വിളിക്കുന്ന ആ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അത് ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് AMT ആണെന്ന് പറയാം. അതായത് അതിൻ്റെ ഒരു പ്രവർത്തനം ഒരിത്തിരി AMT തന്നെയാണ് XU കൊണ്ട്. അപ്പോൾ ആ ഒരു സംഗതികളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് CVT ഉണ്ട്. CVT എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ട് ട്രാൻസ്മിഷൻ ആയിട്ട് കണ്ടാൽ മതി. അതായത് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് സുഖകരമായിട്ട് ഓടിക്കാവുന്നൊരു ട്രാൻസ്മിഷൻ. അപ്പോൾ AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ AMT എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് മാനുവൽ ട്രാൻസ്മിഷനെ ഓട്ടോമാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ, ഇപ്പോൾ അകത്തിരുന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്നത് ബോണറ്റിനകത്ത് ഒരാളും ചെയ്യുന്നു. അത് ഒരാളല്ല, കുറച്ച് ആക്ച്വേറ്റേഴ്സാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക്കും ഹൈഡ്രോളിക്കും ഒക്കെ തന്നെ ഉണ്ട്, പല വണ്ടികളും വ്യത്യസ്തമാണ്. അപ്പോൾ AMT ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഗിയർ ഷിഫ്റ്റ്. ആ ഒരു ഗിയർ ഷിഫ്റ്റ് നമുക്ക് ശരിക്കും കിട്ടും, നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ശരിക്കും കിട്ടും. അതായത് ആ ഒരു ഗിയർ മാറുന്ന ആ ഒരു സംഗതി അറിയാൻ പറ്റും. അത് കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ധർമ്മജൻ ബോൾ കാട്ടി ഒരു സിനിമയെ കാണിക്കുന്ന പോലെ അങ്ങനെ കിട്ടും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറേ ആളുകളൊക്കെ കുറേ ടെക്നിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് AMT ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ ഓടിച്ച് AMTയോട് ഒരു താതാത്മ്യം പ്രാപിക്കുകയും AMT ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്മിഷൻ ആണെന്ന് തോന്നുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് ഞാൻ ഈ മെത്തേഡുകളെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഷെയർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, 1, 2, 3 കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്, ഇതിങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയല്ല കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് അടുത്തൊരു എന്താ പറയുക ഒരു വീഡിയോയിലോ അങ്ങനെ എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഒരു ഫീലിങ്ങും ഫീഡ്ബാക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപകാരപ്രദമായേക്കും. അപ്പോൾ ഈ ഒരു ഹെഡ് നോഡ് നമ്മൾ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ആ ഷിഫ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ, അതായത് ഷിഫ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ആവാറായി എന്ന് തോന്നുന്ന സമയത്ത് ത്രോട്ടിൽ നിന്ന് ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യാം. അതായത് ആ ത്രോട്ടിലൊന്ന് എടുക്കുക. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് നമ്മുടെ കാലിൽ നമുക്ക് മോഡറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മോഡറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മില്ലി സെക്കൻഡ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആ ഒരു ഹെഡ് നോട്ട് പകരം നമ്മൾ ആക്സിഡൻറ്റ് കാലെടുക്കുന്ന സമയത്ത് ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു സ്വഭാവം ഒരിത്തിരി മാറും. അതായത് ആ കാര്യം നമ്മൾ ചെയ്യാണല്ലോ. ഇപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 5ാമത്തെ ഗിയറിലാണ്, ഞാൻ കാലെടുത്ത് ഇങ്ങനെ ഡൗൺ ചെയ്ത് പോയി. അപ്പോൾ 3ാമത്തെ ഗിയറിലെത്തി, ഞാൻ ഒന്നുകൂടി കാലെടുത്തു. 4ാമത്തെ ഗിയറെത്തി, ഒരു ഷിഫ്റ്റ് പോയിന്റ് 2000 RPM ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കാലെടുത്തു. അപ്പോൾ 5ാമത്തെ ഗിയറായി. അപ്പോൾ ആ ഒരു കണക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നമുക്ക് റെഡ് ലൈൻ ചെയ്ത് ഓടിക്കാം. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഡൗൺ ചെയ്തു, കാലെടുത്തു, റെഡ് ലൈനിൽ കാലെടുക്കണ്ടോ, കാലെടുത്തു. അപ്പോൾ ആ കാലെടുക്കുമ്പോൾ ആ ഷിഫ്റ്റ് നമ്മൾ എന്താ പറയുക, ആ ഷിഫ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു ഫീൽ നമുക്കുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബോറടി കുറച്ച് മാറും, കുറച്ചല്ല ഒരു പരിധി വരെ മാറും. ഇനി ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മാനുവൽ ഷിഫ്റ്റർ ഉണ്ട്. മാനുവൽ ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതങ്ങ് തട്ടി കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് പകരമായിട്ട് ഒന്ന് ബ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലിപ്പ് ചെയ്താൽ ഡൗൺ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ് ബ്ലിപ്പിങ്, എന്താണ് ഡൗൺ ചെയ്യാന്ന് പറയുന്ന കാര്യങ്ങളൊന്നും കാണിക്കാം. അതായത് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക 5ാമത്തെ ഗിയർ, എനിക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, ഞാൻ ഒന്ന് ഹോൺ അടിക്കും, എനിക്ക് സ്ഥലം കിട്ടണമല്ലോ. അപ്പോൾ പുള്ളിയുടെ ഒരു സൈഡാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ത്രോട്ടിലൊന്ന് അമർത്തി ചവിട്ടി വിടും. അമർത്തി ചവിട്ടി വിടുന്ന ആ ഒരു, അതായത് ഞാൻ പറഞ്ഞ് പെഡൽ ടു മെറ്റലാണ്, തീർത്തും അമർത്തി ചവിട്ടി ബ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 5ാമത്തെ ഗിയറിൽ നിന്ന് 2ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 2ാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം 2ാമത്തെ ഗിയറിൽ ഓടിച്ചുകൊണ്ടാവുന്ന വേഗതയിലാണ് ഞാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗിയറുകൾ നമുക്ക് റെഡ് ലൈൻ ചെയ്തോ സ്പീഡ് കൂട്ടിയോ എങ്ങനെയാണെങ്കിലും മാറാൻ പറ്റും. അപ്പോൾ അതൊരു എളുപ്പ പരിപാടിയാണ്. പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മാനുവൽ ഷിഫ്റ്റ് ഉപയോഗിക്കാതെ തന്നെ AMTയിൽ ഒരിത്തിരി ഫണ്ണൊക്കെ കിട്ടും എന്നുള്ളതാണ്. ചേട്ടൻ മാറുന്നില്ല കേട്ടോ, ഒന്നുമില്ല, മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലിപ്പ് ചെയ്യാം. കേട്ടാ, ഇനി ഈ ബ്ലിപ്പിങ്ങിലും ഉണ്ട് 1-2 കാര്യങ്ങൾ. അതായത് നമ്മൾ ബ്ലിപ്പ് ചെയ്യുന്നത് വളരെ ചെറുതായിട്ടാണെങ്കിൽ അത്ര അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ഇല്ല.
1 2 ഗിയറുകളെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് കയറി പോവുകയും ചെയ്യാം. അതല്ല നമ്മൾ ശരിക്കും അഗ്രസീവായിട്ട് ബ്ലിപ്പ് ചെയ്താൽ, അഗ്രസീവായിട്ട് ബ്ലിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെഡൽ ടു മെറ്റൽ ബ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഏറ്റവും ലോവർ ഗിയർ, അതായത് ആ വണ്ടി പോകുന്ന സ്പീഡിലും ആ RPM എത്താവുന്ന ഏറ്റവും ലോവർ ഗിയറിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. എന്നിട്ടാണ് നമുക്ക് വലിച്ച് കയറി പോകാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടി ചെയ്യാം. 5ാമത്തെ ഗിയറിലാണ് പോണത്. ഞാൻ കൈ എടുത്തിട്ടൊന്നുമില്ല, ഡ്രൈവ് മോഡ് തന്നെയാണ്. ബ്ലിപ്പ് ചെയ്തു. കണ്ടാ, ഞാൻ ഈ ഒരു ടാക്കോമീറ്ററും ആ ഒരു സ്പീഡോമീറ്ററും ക്ലോസായി വാച്ച് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു തരിക എന്നുള്ളതല്ല, എനിക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു ഫീലും ഫണ്ണും ശരിക്കും യൂസ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ AMT അത്ര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് പറയാനുണ്ട്. അതായത് അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഇത്തിരി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കെന്ന് തോന്നുന്നു. അതാണ് ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ബ്ലിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ 5ാമത്തെ ഗിയറിലാണ് പോണത്. കേട്ടില്ലേ, ആ ഒരു എഞ്ചിൻ്റെ നോട്ട് കേട്ടില്ലേ? അപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോയും ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം, എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിന് മുമ്പേ ഒന്നുകൂടി ബ്ലിപ്പ് ചെയ്യാം. ബ്ലിപ്പ് ചെയ്തു, 2 ആയി. നന്ദി, നമസ്കാരം.